2243 മീറ്റർ ഉയരത്തിലുള്ള ആദംസ് പീക്ക് അതല്ലെങ്കിൽ ശ്രീപാത, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സൂര്യോദയം കാണുക, അതുപോലെ തന്നെ ആദംസ് പീക്ക് അല്ലെങ്കിൽ ശ്രീപാത സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും അവരുടേതായ ഐതിഹ്യങ്ങൾ അവിടെ ഉണ്ട്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ആദം നബിയുടെ കാൽപ്പാട്, ആദമിൻ്റെ കാൽപ്പാട്, അത് തന്നെ ക്രിസ്ത്യൻസും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുസ് ഹനുമാൻ്റെ കാൽപ്പാട്, ബുദ്ധരാണെങ്കിൽ ബുദ്ധൻ്റെ കാൽപ്പാട് എന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും ഒരുപാട് ഉയരത്തിലാണ്. 5500 സ്റ്റെപ്പ് മുകളിലോട്ട് പോകണം. നടന്നു നോക്കാം. ആദംസ് പീക്കിൻ്റെ അതല്ലെങ്കിൽ ശ്രീപാതയുടെ എൻട്രൻസ് ഇതാ ഇവിടെയാണ്. സമയം കാലത്ത് 1 മണിക്ക്, രാവിലെ 1 മണിക്ക്, അതിരാവിലെ 1 മണിക്കാണ് ഞാൻ നടന്നു തുടങ്ങുന്നത്. 2.5 കിലോമീറ്ററും അത് കഴിഞ്ഞ് കുത്തനെയുള്ള സ്റ്റെപ്പ് 5500 സ്റ്റെപ്പും കയറിയിട്ട് വേണം അവിടെ എത്താൻ. നടപ്പാതയുടെ 2 സൈഡിലും എല്ലാവിധ കച്ചവടക്കാരും നിരന്നിട്ടുണ്ട്. എന്ത് സാധനം വാങ്ങാൻ കിട്ടും. അങ്ങനെ 4 മണിക്കൂറോളം നടന്ന് ഏകദേശം 5 മണിയോട് കൂടി ആദംസ് പീക്കിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. അകത്തോട്ട് ക്യാമറ അനുവദിക്കുന്നതല്ല. ഇത്രയും അധികം ആൾക്കാർ ഇവിടെ സൺറൈസ് കാണാനായിട്ട് തടിച്ചു കൂടിയതാണ്. അപ്പോൾ നമ്മളിനി സൺറൈസ് കണ്ട് തിരിച്ചിറങ്ങുന്നതാണ്. സൺറൈസും കണ്ടു കഴിഞ്ഞ് 9 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങണം. മുകളിലേക്ക് കയറിയിലധികം സമയമെടുക്കും താഴേക്ക് ഇറങ്ങാൻ. ഏതായാലും ഇറങ്ങി നോക്കാം.